കമ്പോള കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ചൂടുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ മക്കൾ. കാരണം അവർക്ക് മിക്കവാറും എല്ലാവർക്കും A+ കിട്ടിയിരിക്കണം. അപ്പോൾ രക്ഷകർത്താക്കളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ സമ്മർദ്ദവും പ്രതീക്ഷയും കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് മക്കളുടെ സാമൂഹികമായ ഇടപെടലിനുള്ള അവസരങ്ങൾ കുറഞ്ഞുവരുമെന്നുള്ളത് സത്യസന്ധമായ ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചതിൻ്റെ നന്മ എന്തായാലും നമ്മുടെ കുട്ടികൾക്കുണ്ടായിരിക്കും. അവസാന ബെഞ്ചിലിരുന്ന് ഒന്നിനും ഒരു കാലത്തും A+ കിട്ടിയിട്ടില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഇന്നത്തെ പല പ്രമുഖരും. പലപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിലെ എല്ലാത്തിലും A+ കിട്ടിയ ആളുകളല്ല ഈ സമൂഹത്തെ ഇങ്ങനെ മനോഹരമാക്കിയത്. അവരും കൂടിയുണ്ട്. എല്ലാ വിഷയത്തിലും A+ നേടുക എന്നത് ഏറ്റവും ബൃഹത്തായ ഒരു കാര്യം തന്നെയാണ്. അത് കുറച്ചു കാണുകയല്ല. പക്ഷേ അതിന് പുറത്തു നിൽക്കുന്ന ആളുകൾ അത്ര മോശക്കാരല്ല എന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. ഈ മനോഹരമായ മനുഷ്യ സമൂഹം ഇങ്ങനെയായി മാറിയതിൻ്റെ പിന്നിലെ ചരിത്രം എടുത്തു നോക്കിയാൽ 9ാം ക്ലാസ് വരെ പൂർത്തിയാക്കാത്ത മഹാരഥന്മാരാണ് ഒരു പക്ഷേ ഇന്ന് കാണുന്ന പല കാര്യങ്ങൾക്കും നമ്മളെ സഹായിക്കുന്ന, പല കാര്യങ്ങളിലൂടെയും നമ്മളെ കടത്തിവിട്ടത്. നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മലയാളികളിലെ ഏറ്റവും മഹാനായ മനുഷ്യനാര്, ഏറ്റവും മഹാനായ മലയാളിയാര് എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ KJ യേശുദാസ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഗംഭീരസുന്ദരമായ ശബ്ദം കേൾക്കാതെ നമുക്ക് ഒരാൾക്കും ഒരു ദിവസവും കടന്നു പോകാതെ പറ്റില്ല. നമ്മൾ എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ സൗകുമാര്യമുള്ള, ഗാംഭീര്യമുള്ള ശകലമെങ്കിലും കേൾക്കേണ്ടി വരും. ഈ യേശുദാസ്, ദാസേട്ട എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന യേശുദാസ് എല്ലാറ്റിലും A+ കിട്ടിയിരുന്ന ആളായിരുന്നില്ല. അല്ലെങ്കിൽ എല്ലായിടത്തും അംഗീകാരം പൂർണ്ണമായും ലഭിച്ചിരുന്ന ആളല്ല. അദ്ദേഹത്തിന് ചില നിർണായക ഘട്ടങ്ങളിൽ യുവജനോത്സവങ്ങളിലൊക്കെ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും നിർണായകമായ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ. ഈ കുഞ്ഞൻ യേശുദാസ്, നമ്മളിന്ന് കാണുന്ന യേശുദാസ് ആകുന്നതിനു മുമ്പ് കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ പഠിക്കാൻ ആഗ്രഹിച്ച് നാട്ടുകാരായ ടാക്സി ഡ്രൈവർമാർ പിരിച്ചുകൊടുത്ത കാശുകൊണ്ട് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഇന്നത്തെ ഗാനഗന്ധർവൻ യേശുദാസിന്, ആ കുഞ്ഞൻ യേശുദാസിന് 2 പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിന് ഒരു ഉടുപ്പും മുണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. 2, അദ്ദേഹത്തിന് ഹോസ്റ്റലിൽ കാശ് കൊടുക്കാൻ ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു. ഈ ഒരു ഉടുപ്പും മുണ്ടും ഉണ്ടായാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അതുതന്നെ ഇടേണ്ടി വരും. എല്ലാവരും മനസ്സിലാക്കും ഒരാഴ്ച കഴിയുമ്പോൾ ഇവന് ഒരൊറ്റ ഉടുപ്പേ ഉള്ളൂ എന്നുള്ള കാര്യം. അത് തന്ത്രപൂർവ്വം അദ്ദേഹം മറികടന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ പ്രതീകമായ വെള്ളയുമാണ് അദ്ദേഹം സാധാരണ ധരിക്കാറ്. സത്യത്തിൽ ഈ കുഞ്ഞൻ യേശുദാസ് അന്ന് പഠിക്കുന്ന കാലത്ത് താൻ വെള്ളയുമേ ധരിക്കൂ എന്നൊരു തീരുമാനമെടുത്തത് എന്തിനാണെന്ന് അടുത്തിരിക്കുന്ന കൂട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയാണ്. തനിക്ക് ആകെ ഒരു ഉടുപ്പും മുണ്ടും മാത്രമേ ഉള്ളൂ എന്ന കാര്യം മറ്റാരും അറിയാതിരിക്കുന്നതിനു വേണ്ടിയാണ്. എന്നും വെള്ള ഇടുമ്പോൾ അതാരും ചോദ്യം ചെയ്യുകയില്ലല്ലോ. ഇന്ന് ഇടുന്ന വെള്ള നാളെ വേറൊരു വെള്ള, അങ്ങനെ ചിന്തിക്കുമല്ലോ. അങ്ങനെ തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ പഠിക്കുവാൻ വരുമ്പോൾ സെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ എന്ന അന്നത്തെ പ്രഗത്ഭനായ വൊക്കലിസ്റ്റ് ആയ പ്രിൻസിപ്പൽ, ആ പ്രിൻസിപ്പലിൻ്റെ മുറിയുടെ അറ്റത്ത് ഇങ്ങനെ പേടിച്ച് ഒളിച്ചു നിൽക്കുകയാണ് ഈ കുഞ്ഞൻ യേശുദാസ്. ആളുകൾ ഇങ്ങനെ വരുന്നു പോകുന്നു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി കിട്ടുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണാൻ കാത്തു നിൽക്കുകയാണ് അദ്ദേഹം. അങ്ങനെ വൈകുന്നേരം സന്ധ്യയ്ക്ക് എല്ലാവരും പോയപ്പോൾ പതുക്കെ ഈ കൊച്ചു യേശുദാസ് കയറിപ്പോയി തൊഴുതുകൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് യേശുദാസ് എന്നാണ്. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പൈസയില്ല. എനിക്ക് എവിടെയെങ്കിലും കിടക്കാൻ ഒരിടം ഉണ്ടാക്കി തരണം എന്ന് അന്ന് സെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ പറഞ്ഞു. കുഴപ്പമില്ല, എൻ്റെ കാർ ഷെഡിൽ കിടന്നോ എന്ന്. അങ്ങനെ സെമ്മാങ്കുടി ശ്രീനിവാസ അയ്യങ്കാരുടെ കാർ ഷെഡിൽ കിടന്ന് പഠിച്ചവനാണ് ഗാനഗന്ധർവനായ യേശുദാസ്.
അങ്ങനെ ചാടിക്കേറി അതിനകത്ത് കിടക്കാൻ പറ്റില്ല. രാത്രി പരിപാടികളെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തതിന് ശേഷമേ കിടക്കാൻ പറ്റൂ. രാവിലെ ഡ്രൈവർ വന്ന് ഇത് കഴുകാനെടുത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടുന്ന് എണീറ്റ് മാറിക്കൊടുക്കണം. അങ്ങനെ രാവിലെ 4 മണിയാവുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ തെരുവുകളിലൂടെ ഇങ്ങനെ നടക്കുകയും ഓട്ടപ്പൈപ്പിലെ ചീറ്റുന്ന വെള്ളത്തെ ദേഹം നനച്ചുകൊണ്ടും തൻ്റെ തലേദിവസം രാത്രി കഴുകി ഉണക്കാനിട്ട ഉറ്റവസ്ത്രം ഉണങ്ങിയാലും ഉണങ്ങിയില്ലേലും എടുത്തു ധരിച്ചുകൊണ്ടായിരുന്നു നമ്മളിന്ന് കാണുന്ന ഗാനഗന്ധർവനായ ദാസേട്ടൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസകാലം കഴിച്ചു കൂട്ടിയിരുന്നത്. അന്ന് ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരാഗ്രഹം. അന്ന് ആകാശവാണി മാത്രമേ ഉള്ളൂ. അന്ന് ഒറ്റ ചാനലുമില്ല. അന്ന് എല്ലാ ഗായകരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് ആകാശവാണിയിൽ ഒരു പാട്ട് പാടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ യേശുദാസ് ഒരു കത്തെഴുതി ആകാശവാണിക്ക്, ഞാൻ ഇങ്ങനെ ഇവിടെ പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് ഒരു ലളിതഗാനം പാടാനുള്ള അവസരം തരണം. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചു. നിലവിൽ വിദ്വാന്മാരെല്ലാം ഒരുമിച്ചിരുന്നു. ഇൻ്റർവ്യൂ നടത്തി. പാട്ട് പാടാൻ പറഞ്ഞു, ലളിതഗാനം പാടാൻ പറഞ്ഞു, ശാസ്ത്രീയ സംഗീതം പറഞ്ഞു, മാപ്പിളപ്പാട്ട് പാടാൻ പറഞ്ഞു. എല്ലാം പാടി പൊയ്ക്കോളാൻ പറഞ്ഞു. അടുത്ത ദിവസം മുതൽ എല്ലാ ദിവസവും ചീഞ്ഞ ബാറ്ററിയുള്ള തൻ്റെ ട്രാൻസിസ്റ്റർ റേഡിയോയിൽ ഇങ്ങനെ ട്യൂൺ ചെയ്ത് കിടക്കുമ്പോൾ സ്വപ്നം കാണും, ഒരു ദിവസം ഇതിലൂടെ തൻ്റെ തന്നെ പാട്ട് വരുന്നത് കേൾക്കാൻ കഴിയുന്ന ഭാഗ്യമുണ്ടാകുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശവാണിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കത്ത് കിട്ടി. ആ കത്തിൽ എഴുതിയിരിക്കുന്നത്, താങ്കളുടെ ശബ്ദം സംപ്രേഷണ യോഗ്യമല്ലാത്തതിനാൽ താങ്കളുടെ അപേക്ഷ തള്ളിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ ആകാശവാണി സംപ്രേഷണ യോഗ്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ശബ്ദമാണ് നമ്മുടെ എല്ലാം ഹൃദയത്തിലൂടെ ഇന്ന് മഹാഗന്ധർവ ഗീതമായി ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദാസേട്ടൻ്റെ ശബ്ദം. അന്ന് ആകാശവാണി പറഞ്ഞനുസരിച്ച് ദാസേട്ടൻ തൻ്റെ യാത്രയിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും ഉണ്ടാകാമായിരുന്ന നഷ്ടം എത്രയെന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് എപ്പോഴും ചിലയിടത്ത് എത്തിപ്പെടുക എന്നത് വലിയ കാര്യമാണെങ്കിൽ പോലും എത്തിപ്പെടാതിരിക്കുന്നത് അത്ര വലിയ കാര്യമല്ല. അങ്ങനെയാണ് കേരളത്തിലെ പല പ്രശസ്തരും ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ എന്നല്ല, പലയിടത്തും ഇതുതന്നെയാണ് കാര്യം. ജീവിതത്തിൻ്റെ മറ്റൊരു സാഹചര്യം എടുത്താൽ ആകമാനം തകർന്ന് നാശോന്മുഖമായ സാമൂഹ്യ സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആർക്കും ആരോടും സ്നേഹമോ ആത്മാർത്ഥതയോ ഇല്ല. എങ്ങനെയും എവിടെ പോയും പണം സമ്പാദിക്കണം എന്ന് മാത്രം. എന്നിട്ട് ഈ പണം കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ചുമ്മാ ദൂർത്ത്, അല്ലാതെ മറ്റെന്ത്? ജീവിത നിലവാരം കൂടിയോ? 100 രൂപ ചെലവാക്കേണ്ടിടത്ത് 1000 രൂപ ചെലവാക്കുന്നു. കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിലേ അയക്കാൻ പറ്റൂ, അതും വാഹനത്തിലേ പോകാൻ പറ്റൂ. എന്നിട്ടെന്താ, വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കൂടിയോ? മക്കളെ എന്തു ത്യാഗം സഹിച്ചും പഠിപ്പിച്ച് കൂടുതൽ പണവും സൗകര്യങ്ങളും കിട്ടാൻ വേണ്ടി വിദൂരങ്ങളിലേക്ക് അയക്കുന്ന രക്ഷിതാക്കൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന അവിവേകമാണ് ചെയ്യുന്നത് തോന്നുന്നു. കഴിയുന്നതും എല്ലാവരും ഒരുമിച്ച് ജീവിച്ച് ഇല്ലായ്മയും വല്ലായ്മയും പങ്കിടുന്നതിൽ ഒരു സാന്ത്വനവും സുഖവുമുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. അല്ലെങ്കിൽ വാർദ്ധക്യം അരക്ഷിതവും വേദനാജനകവുമാകും. സ്വന്തം അധ്വാനശേഷി സ്വന്തം നാട്ടിൽ പ്രയോജനപ്പെടുത്തി അങ്ങനെ നാടും കുടുംബവും പുരോഗതി പ്രാപിക്കുന്നതാണ് ഏറ്റവും അഭിലഷണീയമായ സാമൂഹ്യ സാഹചര്യം. നമ്മുടെ നാട്ടിൽ എല്ലാ കൈത്തൊഴിലുകളും അപ്രത്യക്ഷമായി വരുന്നു. പുറമേക്ക് നോക്കുമ്പോൾ എല്ലാം വളരെ സുന്ദരം. പക്ഷേ ഉള്ളു പൊള്ളയായ അനുദിനം ജീർണിച്ചു വരുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇവിടെ നാളെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ എന്നറിയില്ല.